ജീവിതരീതികൾ പരസ്പരം മനസ്സിലാക്കാത്തിടത്ത് ശത്രുതയും എതിർപ്പുകളും വർദ്ധിക്കുകയും അത് മനസ്സിലാക്കുന്നിടത്ത് പരസ്പരമുള്ള ഇഴയടുപ്പം വർദ്ധിച്ച് ജീവിതം സുന്ദരമാവുകയും ചെയ്യുമെന്ന് ജമാഅത്തെ ഇസ്ലാമി കേന്ദ്ര കൂടിയാലോചനാ സമിതി അംഗം യൂസഫ് ഉമരി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി ഈരാറ്റുപേട്ട ഏരിയ സമിതിയുടെ നേതൃത്വത്തിൽ അൽ-മനാർ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സഹനത്തിന്റെയും റമദാൻ വ്രതത്തിലൂടെയാണ് മുസ്ലിം സമൂഹം കടന്നുപോകുന്നത്. വർഗീയത നിറഞ്ഞു നിൽക്കുന്ന സാമൂഹിക സാഹചര്യങ്ങൾ സൗഹാർദ്ദത്തെയും സഹിഷ്ണുതയെയും തകർക്കുകയാണ്. വംശീയ അജണ്ടകൾ അത്തരമൊരു അവസ്ഥയിൽ രാജ്യത്തെ എത്തിക്കുകയും പരസ്പര വിദ്വേഷം പൊതുബോധത്തെ സ്വാധീനിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യമാണ് ഇന്നുള്ളത്. ഈയൊരവസ്ഥയിൽ പരസ്പരം അറിഞ്ഞ് സൗഹാർദ്ദത്തോടെയുള്ള ജീവിതമാണ് രാജ്യത്തിനും ജനതയ്ക്കും വേണ്ടത്. പരസ്പരം അറിയാനും അടുക്കാനും ഇത്തരം കൂടിച്ചേരലുകൾ ഉപകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പൂഞ്ഞാർ എംഎൽഎ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഉദ്ഘാടനം ചെയ്തു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ പ്രസിഡന്റ് അവിനാഷ് മൂസ അധ്യക്ഷത വഹിച്ചു. ഡിസിസി മെമ്പർ ജോമോൻ ഐക്കര, കേരള ഹജ്ജ് കമ്മിറ്റി അംഗം പി.ഇ. മുഹമ്മദ് സക്കീർ, നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് വി.പി. നാസർ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എ.എം.എ. ഖാദർ, തലപ്പലം പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായ സജി ജോസഫ്, ആനന്ദ് വെള്ളൂക്കുന്നേൽ, ഡിസിസി ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഇല്യാസ്, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ പ്രസിഡന്റ് പി.എ. മുഹമ്മദ് ഇബ്രാഹിം, വനിതാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് കെ.പി. സക്കീന, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം ആർ. ശ്രീകല, പൂഞ്ഞാർ പഞ്ചായത്ത് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ, അർച്ചന വിമൻസ് സെന്റർ ഏറ്റുമാനൂർ അസിസ്റ്റന്റ് ഡയറക്ടർ ആശ കിരൺ, നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ മത സാമൂഹിക മേഖലയിലെ പ്രമുഖർ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഏരിയ സെക്രട്ടറി അൽ അമീൻ സ്വാഗതം പറഞ്ഞു. നമ്മുടെ വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങൾ, ഈ വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളായി മാറുകയും നമുക്കിടയിൽ അതിരുകൾ ഉണ്ടാവുകയും ആ അതിരുകൾ മതിൽക്കെട്ടുകളായി മാറുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അത്തരം മതിൽക്കെട്ടുകളെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് നീളുന്ന സാഹോദര്യത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും സഹിഷ്ണുതയുടെയും പാലങ്ങൾ പണിയുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഇരുത്തങ്ങളുടെ പ്രാധാന്യം. ജീവിത രീതികൾ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് മനസ്സിലാക്കാതെ ഇരിക്കുന്ന പ്രദേശങ്ങളിൽ ശത്രുത കൂടും. അത് മനസ്സിലാക്കാൻ അവസരമുള്ള പ്രദേശങ്ങളിൽ എതിർപ്പുകളും വിരോധങ്ങളും കുറയും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും കേരളവും. കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മലയാളികൾ ഇന്ത്യയിലെ അതീവ ഭാഗ്യവാന്മാരാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ ഉയർച്ചയാണ്. രണ്ടാമത്തത് നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്. ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട 3 മതവിഭാഗങ്ങളായ മുസ്ലിംകൾ, ഹിന്ദുക്കൾ, ക്രൈസ്തവർ ഇവർ ഏറെക്കുറെ തുല്യ പ്രാധാന്യത്തോടുകൂടി ജീവിതത്തിൻ്റെ എല്ലാ മേഖല ഇടപഴകി ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എവിടെ ചെന്ന് നോക്കിയാൽ നമുക്ക് ഈ 3 ഭാഗത്തെ കാണാൻ കഴിയും. അതുകൊണ്ട് പരസ്പരം അറിയാൻ മറ്റുള്ളവർ ആരെപ്പറ്റിയും പറഞ്ഞു തരേണ്ടതില്ല. നമുക്ക് നേർക്കെതിരെ അനുഭവത്തിൽ കൂടി എല്ലാവരെയും മനസ്സിലാക്കേണ്ട അവസരമുണ്ട്. ഈ അവസരമുള്ളത് കൊണ്ടാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വർഗീയത അതിഭീകരമായി കൊടികുത്തി വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്വേഷ ക്യാമ്പയിനുകൾ അതിശക്തമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യമെന്ന് പറയുന്നത്. അതിശക്തമായിട്ടാണ് വിദ്വേഷ ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരമായൊരവസ്ഥയാണ്. എന്തുകൊണ്ട് ഇത്രയും പെട്ടെന്ന് മനുഷ്യരുടെ ഒരു വിഭാഗം ഇത്ര വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ആളുകളായി മാറി എന്ന് നമ്മൾ അത്ഭുതപ്പെടുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് പരസ്പരം മനസ്സിലാക്കുക. ഇത്തരം സന്ദർഭത്തിലാണ് നമ്മൾ പരസ്പരം അറിയുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ പ്രബലമായ 4 മതങ്ങൾ ലോകത്തിലെ 4 മതങ്ങൾ ജന്മം കൊള്ളുകയും 4 മതങ്ങൾക്ക് സ്വാഗതം ഊതുകയും ചെയ്ത ഒരു രാജ്യമാണ്. ജന്മം കൊണ്ട 4 മതം എന്ന് പറയുന്നത് ഹിന്ദുമതം, ബുദ്ധമതം, സിഖ് മതം, ജൈനമതം. ഇവിടെ അതിഥിയായി കടന്നു വന്ന 4 മതങ്ങൾ എന്ന് പറയുന്നത് ഇസ്ലാം മതം, ക്രിസ്തുമതം, യഹൂദമതം. ഈ 3 മതങ്ങൾ ലോകത്ത് കടന്നു വരികയും 4 മതങ്ങൾക്ക് ജന്മം നൽകുകയും ചെയ്ത ഒരു മഹത്തായ രാജ്യം യഥാർത്ഥത്തിൽ ഈ എല്ലാ മതവിശ്വാസികൾക്കും കൂടി പരസ്പര ജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. പക്ഷെ ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടത്. അതുമാതിരിയുള്ള വിദ്വേഷ ക്യാമ്പയിനാണ്. അപ്പോൾ ഈ സന്ദർഭത്തിലാണ് പരസ്പരം അറിയുക. ഇപ്പോൾ റമദാൻ മാസമാണ്. ഈ യുദ്ധം കൃത്യമായി അഫ്ഗാനിസ്ഥാന്റെ മാസത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്.
ഇത് മുമ്പോട്ട് പോയാൽ നേരത്തെ സൂചിപ്പിച്ച ഈ ചെറിയ പെരുന്നാൾ നമ്മൾ ലോകത്തെ മുസ്ലിങ്ങൾ മുഴുവൻ പെരുന്നാൾ ആഘോഷിക്കുന്ന സന്ദർഭത്തിലും ലോകത്ത് ബോംബുകൾ പിന്നുപെട്ടിരിക്കുകയായി. നമ്മൾ ആലോചിച്ച് നോക്കുക, എവിടേക്കാണ് ഈ ആളുകൾ ലോകത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അനുഗ്രഹീതമായ മാസം ലോകത്തിലെ 210 കോടി വരുന്ന മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മാസം. വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് ഇസ്ലാമിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ്. ഈ ആരാധനാ കർമ്മം ഈ റമദാൻ മാസത്തിൽ ഈ രൂപത്തിൽ നമുക്ക് നിർദ്ദേശിക്കപ്പെടാൻ കാരണം വിശുദ്ധ ഖുർആനിനെ സൂചിപ്പിക്കുന്ന മാതിരി വേദഗ്രന്ഥമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ച്, മനുഷ്യരാശിയെ സംബന്ധിച്ച് വേദഗ്രന്ഥങ്ങൾ വളരെ പ്രധാനമാണ്. എല്ലാ മതവിശ്വാസികൾക്കും വേദഗ്രന്ഥങ്ങളുണ്ട്, പ്രവാചകന്മാരുണ്ട്. വേദഗ്രന്ഥങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വേദഗ്രന്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ്. അതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വ്രതമനുഷ്ഠിക്കുക. വ്രതാനുഷ്ഠാനം നിങ്ങൾക്ക് മാത്രമാണ് ലോകത്ത് നിങ്ങൾക്കുമ്പോൾ എല്ലാ സമുദായങ്ങൾക്കും വ്രതമുണ്ടായിരുന്നതാണ് ഖുർആനിൽ. വ്രതം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ചരിത്രത്തിന് കഴിഞ്ഞ എല്ലാ സമുദായങ്ങളിലേക്കും ബന്ധിപ്പിച്ചുകൊണ്ടാണ് വിശുദ്ധ വ്രതം തന്നെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടാണ് കഴിഞ്ഞുപോയ മുഴുവൻ സമുദായങ്ങളുടെയും ഒരു പൈതൃക പാരമ്പര്യങ്ങൾ പറയിക്കൊണ്ടാണ് നമ്മൾ പലപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെ ക്രൈസ്തവർക്ക് വ്രതാനുഷ്ഠാനമുണ്ട്, ഹൈന്ദവർക്ക് വ്രതാനുഷ്ഠാനമുണ്ട്, ജൂതർക്കും ബുദ്ധർക്കും ജൈനർക്കും വ്രതാനുഷ്ഠാനമുണ്ട്. വ്രതാനുഷ്ഠാനം എന്ന് പറയുന്നത് മതവിശ്വാസികളുടെ 4 അടിസ്ഥാന ആരാധനകൾ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രാർത്ഥന, വ്രതാനുഷ്ഠാനം, ദാനം, തീർത്ഥാടനം. ഈ 4 സൽക്കർമ്മങ്ങൾ അംഗീകരിക്കുന്ന ഒരു ദർശന ലോകത്തില്ല. അങ്ങനെയുള്ള വ്രതാനുഷ്ഠാനത്തിൽ ഏറ്റവും കർക്കശമായ രൂപത്തിൽ വ്രതമനുഷ്ഠിക്കുന്ന ഒരു ഭാഗമാണ് മുസ്ലിങ്ങൾ. വ്യാപകമായിക്കൊണ്ട് നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് വിദ്വേഷ പ്രചാരണം വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളം എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും അധികം വിദ്വേഷ പ്രചാരണ വിധേയമായിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റാണ്. എല്ലാ അർത്ഥത്തിലും മതനിരപേക്ഷ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്ന കേരളമാണ്. ഇന്ന് കേരളത്തിന്റെ പുറത്ത് കേരള സ്റ്റോറി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരള സ്റ്റോറി 1, കേരള സ്റ്റോറി 2. എന്താണ് ഈ കേരള സ്റ്റോറി? 10,000-കണക്കിന് നോൺ മുസ്ലിം യുവതീ യുവാക്കളെ തന്ത്രപരമായി പ്രേമിച്ച് ആസൂത്രണമായി പ്രേമ വലയിൽ കുടുക്കി മതപരിവിധേയമാക്കുന്നു എന്ന അതിഗുരുതരമായ ഒരു അവസർപ്പക കഥ ലോകത്തിന് പ്രചരിപ്പിക്കുക. നമുക്കാർക്കും അറിഞ്ഞുകൂടാ, നമ്മളാരും കണ്ടിട്ടില്ല. നമ്മുടെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയുകയുണ്ടായി, മീനച്ചിൽ താലൂക്കിൽ നിന്ന് മാത്രം 400 കേസുകൾ പോയിട്ടുള്ള എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാം. കേരളത്തെ പറ്റി ഇന്ത്യയിലെ ഏറ്റവും സെക്യുലറായി കേരളം, ഈ കേരളത്തിൽ നടക്കുന്ന മതാന്തരമായ പ്രണയങ്ങൾ എന്ന് പറഞ്ഞ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്, എല്ലാവർക്കും നടന്നിട്ടുണ്ട്. പക്ഷെ മതാന്തരമായി നടക്കുന്ന തികച്ചും വ്യത്യസ്തമായ ഈ പ്രണയത്തെ സമുദായത്തിന് ആസൂത്രിതമായി ഗൂഢാലോചനയായി എന്ന് പറയുന്ന മതം. മുതലാളിമാരെ മുസ്ലിങ്ങൾ പരിസരത്തുള്ള പൂഞ്ഞാറ് പോലുള്ള പ്രദേശങ്ങളിൽ പോയി അവിടെയുള്ള കടകൾ മുഴുവൻ വാങ്ങിച്ചെടുക്കാൻ. പൂഞ്ഞാറ് പോയി നമുക്ക് വളരെ അടുത്തറിയുന്ന നമ്മുടെ വളരെ വേണ്ടപ്പെട്ട ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട്, ശ്രീകര ടീച്ചർ, നമ്മുടെ പഞ്ചായത്ത് മെമ്പർ. അവർ ജോലി ചെയ്തിരുന്ന സ്ഥലമാണ്. ഈരാറ്റുപേട്ട പൂഞ്ഞാറ് നന്നായി അറിയാം. പക്ഷെ മലപ്പുറത്ത് നിന്ന് കേൾക്കുന്നവർ കാസർഗോഡിലേക്ക് ഇതിന് സംഭവം അറിയില്ല. ഒരു വിചാരിക്കുക ഈരാറ്റുള്ള മുതലാളിമാര് പൂഞ്ഞാർ എന്ന് പറയുന്ന ഹിന്ദു ഭൂരിപക്ഷ പ്രദേശത്ത് പോയി അവിടുത്തെ കെട്ടകൾ മുഴുവൻ വാങ്ങി അപ്പുറം ഇപ്പുറം മുസ്ലിം കച്ചവടം തുടങ്ങി നടുക്കുള്ള ഹിന്ദു കച്ചവടത്തെ സാധനങ്ങൾ വില കുറച്ച് കൊടുത്തുകൊണ്ട് ഹിന്ദു കച്ചവടങ്ങളെ പൊളിക്കുന്നു ഒരു യൂട്യൂബർ പ്രസംഗിക്കാണ് ഈരാറ്റുപേട്ട നിങ്ങൾ കേട്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ക്ഷേത്രങ്ങളുടെ പരിസര സ്ഥലം മുഴുവൻ മുസ്ലിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു. പച്ചക്കറി കച്ചവടങ്ങൾ മുഴുവൻ അവർ പിടിച്ചെടുക്കുന്നു. ആ കച്ചവടം മുഴുവൻ പിടിച്ച് അതിന്റെ ഭാഗമായിട്ട് തന്നെ പ്രസംഗിക്കുന്നു. പുറത്തുള്ള ഒരാൾ കേട്ടാൽ നമ്മൾ മനസ്സിലാക്കുക ഈരാറ്റുപേട്ട എന്ന് ഭയങ്കരമായി വിഗ്രഹപ്പെട്ടു. ഈരാറ്റുപേട്ട എന്ന് പറയുന്നത് ഇത്രയും ശാന്തമായി ഇത്രയും മതസൗഹാർദ്ദം ജീവിക്കുന്ന പ്രദേശമില്ല. പക്ഷെ ഈരാറ്റുപേട്ട ഭക്ഷണമാക്കാൻ വേണ്ടി ഈരാറ്റുപേട്ട ഉള്ളിൽ നിന്നും പുറത്തു നിന്നുള്ള ആളുകൾ കഠിനമായി ശ്രമിക്കുന്നത് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ഇതാണ് ലോകത്തിന്റെ അവസ്ഥ. പക്ഷെ നമുക്കറിയാം ഇവിടുത്തെ അവസ്ഥ എന്താണെന്നും. അപ്പൊ ഈ സന്ദർഭത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിദ്വേഷ പ്രസംഗത്തെ, വിദ്വേഷ പ്രചാരണത്തെ ശക്തമായി ചെറുത്തു തോൽപ്പിക്കുകയും നമ്മൾ നാവ് തുറന്ന് അതിനെതിരെ സംസാരിക്കുന്നത്, അറിയുന്ന ആളുകൾ ഇത് സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. അറിയുന്ന ആളുകൾ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. മലപ്പുറം ജില്ലയിൽ സ്ഥലം വാങ്ങാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മലപ്പുറം ജില്ലയിൽ നിന്നും ഇന്ത്യയിലെ വിദേശകാര്യ സെക്രട്ടറി ആയിരുന്ന അതിപ്രശസ്തിയായ ഒരു സ്ത്രീ അവരുടെ ടൈറ്റിൽ ഡീഡ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂട്യൂബിൽ അവർ കാണിച്ചത് എന്റെ സ്ഥലത്തിന്റെ ടൈറ്റിൽ ഡീഡാണ്. ഇത് 110 കൊല്ലമായി എന്റെ കുടുംബത്തിൽ മലപ്പുറം ജില്ലയാണ് ജീവിക്കുന്നത്. അവർ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയാണ്. ഇതാണ് യാഥാർത്ഥ്യം. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇസ്ലാമിക വർഗീയവാദികളായി നമ്മളെല്ലാവരും ഇടപെടലിൽ ജീവിക്കുകയാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് പോലും, ഒരു ആക്ഷൻ പോലും ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗത്ത് നിന്ന് ഒരു വർഗീയമായ നിലപാട് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും പറയാൻ കഴിയില്ല. പക്ഷെ നിരന്തരമായി അന്യായമായ ലക്ഷ്യവേട്ടയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന പ്രശ്നമാണ്. പക്ഷേ ആ ജമാഅത്ത് ഇസ്ലാമിക സർക്കാരുകളിൽ കേരളത്തിൽ അങ്ങോളം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും പങ്കെടുത്തു കഴിയുമ്പോൾ അവരാരും ഈ ക്യാമ്പയിൻ അംഗീകരിക്കുന്നത് ഇത് കേരളത്തിന്റെ ഏറ്റവും നല്ല ലക്ഷണം.
ആരൊക്കെ എത്ര കണ്ട് പ്രചരിപ്പിച്ചാലും മലയാളികളുടെ മനസ്സിനെ മലിനമാക്കാൻ കഴിയില്ല എന്നുള്ള ആ ഉറച്ച ഒരു തീരുമാനമാണ്. തീർച്ചയായിട്ടും അതിനോടെല്ലാം ഞാനും യോജിക്കുകയാണ്. ചില സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ നമ്മുടെ നാട്ടിൽ അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുകയും കേരളത്തെ തന്നെ തെറ്റായി ചിത്രീകരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു ക്യാമ്പയിൻ ചില സ്ഥാപിത താല്പര്യങ്ങളുടെ പേരിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കൊണ്ട ഒരു ഉദാഹരണം നമുക്ക് കാണാം. നമ്മുടെ കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു പ്രതീകം നമുക്കറിയാം. കുംഭമേളയിൽ വൈറലായ ഒരു പെൺകുട്ടിയുണ്ട്, മൊണോലിസ. ആ കുട്ടി കല്യാണം കഴിക്കാൻ ആ കുട്ടിയുടെ നാട്ടിൽ സുരക്ഷിതമല്ലാത്തത് കൊണ്ട് അതിന് സുരക്ഷിത സ്ഥാനം തേടി കേരളത്തിലേക്ക് വന്നു. എന്താണ് യഥാർത്ഥത്തിലുള്ള കേരളം? സൗഹാർദ്ദത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും സ്നേഹ സഹോദര്യങ്ങളുടെയും മണ്ണാണ് എന്നുള്ളത് അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വേദികൾ, വിരുന്നുകൾ പോലെയുള്ള ഇത്തരം വേദികൾ നമുക്ക് അത്തരം വിദ്വേഷ പ്രചാരണങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരാനും നമ്മുടെ നാടിൻ്റെ സാഹോദര്യവും നന്മയും ഉയർത്തിക്കാട്ടുന്നതിനുള്ള അവസരങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഈ ഇഫ്താർ മീറ്റിന് എല്ലാവിധമായ ആശംസകളും നേരുകയാണ്. നാളെ 27-ാം രാവാണ്. ഏതാനും ദിവസങ്ങൾക്കപ്പുറം പരിശുദ്ധ റമദാൻ ആഗതമാവുകയാണ്. ആ റമദാന്റെ പുണ്യത്തിന് എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ആശംസകൾ, ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ വേറെ വാക്കുകൾ വിസ്മരിക്കുന്നു. എനിക്ക് ആദ്യമായിട്ട് ജോലി ചെയ്ത് കുന്നൊന്നിലാണ്, ഞാൻ അവിടെ തന്നെയാണ്. അപ്പോൾ എൻ്റെ അച്ഛമായിരുന്നു സൽമ. ഞാനൊരു 10-16 വർഷം ആ സ്കൂളിൽ തന്നെയായിരുന്നു. ഞങ്ങളൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് അവിടുന്ന് പോകരുതെന്ന് നാട്ടുകാരുടെ അഭ്യർത്ഥന കൊണ്ട് അവിടെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു വന്നത് അവിടെ എൻ്റെ സുഹൃത്തുക്കളായി ടീച്ചർ വരുന്നതിന് മുമ്പ് തന്നെ 2 പേര് മുസ്ലിം സുഹൃത്തുക്കൾ, സാജിദ, സീന, പിന്നെ ഞങ്ങളുടെ അന്നത്തെ അച്ഛൻ സൂസമ്മ ടീച്ചർ, ഞങ്ങൾക്കൊരു പ്യൂണുള്ളത് ഒരു വിക്രമൻ ചേട്ടൻ. അങ്ങനെ ഞങ്ങൾ പല മതവിഭാഗത്തിൽപ്പെട്ടവരെ ഒന്നിച്ചു ചേർന്ന് 10-16 വർഷം മതസൗഹാർദ്ദത്തോടെയാണ് ജീവിച്ചത്. ഈരാറ്റുപേട്ടയെക്കുറിച്ചും മുസ്ലിം സുഹൃത്തുക്കളെക്കുറിച്ചും ഒക്കെ ഞാൻ അറിഞ്ഞത് അവരിലൂടെയാണ്. ഓരോ ആഘോഷങ്ങൾ വരുമ്പോഴും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചിരുന്നു നമ്മുടെ ആഘോഷങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ എല്ലാം കാതലായ ആ സാരാംശം ഒന്ന് തന്നെയാണെന്ന് എനിക്ക് വളരെയധികം ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഹിന്ദു സംസ്കാരം എന്തെന്നും ക്രിസ്ത്യൻ സംസ്കാരം എന്തെന്നും അതുപോലെ മുസ്ലിം സംസ്കാരം എന്തെന്നും ഒക്കെ എനിക്ക് അറിവ് കിട്ടിയ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. സത്യം പറഞ്ഞാൽ ഈരാറ്റുപേട്ടയെ വിമർശിച്ചപ്പോൾ ഞാൻ പറയാണ്, ഞാൻ ഈരാറ്റുപേട്ട ബ്ലോക്ക് പ്രസിഡൻ്റായിട്ട് ഇരുന്ന സമയത്ത് അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ മുസ്ലിം സുഹൃത്തുക്കളുടെ അവരുടെ ആ കാരുണ്യവും മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവരുടെ ആ മനസ്സും ഒക്കെ, അത് ഒട്ടേറെ സേവനങ്ങൾ നടത്തുന്ന കരുണ, ടീം എമർജൻസി, നന്മക്കൂട്ടം, ഇവരെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അവരെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അത്ര നല്ല മനസ്സുള്ള സുഹൃത്തുക്കൾ ഉള്ള ഒരു സ്ഥലമാണ് ഈരാറ്റുപേട്ട. നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചും സ്വാഭാവികമായും ആ വിശ്വാസത്തിലൂടെയും ആ പ്രവർത്തനങ്ങളിലൂടെയും അവർക്കുണ്ടായ ഒരുപാട് സഹപ്രവർത്തകരിൽ നിന്ന് പോലും ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അവർ ഷെയർ ചെയ്യുന്നത്. അങ്ങനെയുള്ള സംസാരങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും ആവശ്യമായ കാര്യം. നോമ്പ് കാലം വ്രതാനുഷ്ഠാനം എല്ലാ മതങ്ങളിലും ഉണ്ടെങ്കിലും ഇസ്ലാം മതവിശ്വാസപ്രകാരമുള്ള മുസ്ലിങ്ങളുടെ വ്രതമാണ് എന്നും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന വ്രതം. കാരണം അതിൻ്റെ തീവ്രത കൂടുതലായതുകൊണ്ട് തന്നെയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നോമ്പുള്ള ജീവിതത്തെ സാഹചര്യവും നോമ്പില്ലാത്ത ജീവിതത്തെ സാഹചര്യവും രണ്ടാണ്. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അല്ലെങ്കിൽ നോമ്പ് ഇല്ലാത്ത സമയത്ത് അവനുണ്ടാകുന്ന ചെറിയ തെറ്റുകൾ പോലും ഒരുപക്ഷെ നോമ്പുള്ളവന് ആ സമയത്ത് അത് സൂക്ഷ്മത കാണിക്കുന്നു എന്നുള്ളതാണ് വ്യത്യാസം കാണും. അത് നാവ് കൊണ്ടുള്ള സംസാരത്തിലാണെങ്കിലും നമ്മുടെ കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തിലാണെങ്കിലും ചിന്തകളിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഏത് കാര്യത്തിലും ഒരു നോമ്പുകാരൻ എപ്പോഴും സൂക്ഷ്മതയുള്ളവനായിരിക്കും. അവിടെയാണ് ലോകവ്യാപകമായി ഇന്നത്തെ ദിവസം ഇസ്ലാമിനെ കുറിച്ചുള്ള തെറ്റായ ചിന്തകൾ പ്രചരിപ്പിക്കുന്ന, ഭീതി വളർത്തുന്ന ആ പ്രവണതയ്ക്കെതിരായി ലോക മനസാക്ഷി ഉണർത്താൻ വേണ്ടി പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്.
അത്തരത്തിൽ മുസ്ലിം സമൂഹത്തിനെതിരെ, ഇസ്ലാമിക വീക്ഷണങ്ങൾക്കെതിരെ, ഇസ്ലാമിക ചിന്തകൾക്കെതിരെ അത്തരത്തിലുള്ള വലിയ ഭീതി ഇതര മതസ്ഥർക്കിടയിലും ഇതര സമൂഹത്തിനിടയിലും ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ലോകവ്യാപകമായി നടന്നുവരുന്ന ആ പ്രവർത്തനങ്ങളെ ചെറുക്കേണ്ടത് ഒരു അനിവാര്യതയാണ് എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര തലത്തിൽ അത്തരത്തിലുള്ളൊരു ദിനം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന കാര്യം നാം പ്രത്യേകം അനുസ്മരിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പ്രദർശനത്തിൻ്റെ സമയത്ത് ലോകം എല്ലാവരും ഒന്നാണ് എന്നുള്ള ആ കൺസെപ്റ്റ് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ചുരുക്കം ചില വ്യക്തികൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി സഹോദരനെ തല്ലിക്കുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തും നില ലോകത്തുമൊക്കെ അതൊക്കെ തീർച്ചയായും മാറി വരും. ഈ അവസാനം പറഞ്ഞൊരു കാര്യമുണ്ട്. എല്ലാവരും ഇതേപോലെയുള്ള എല്ലാ സമുദായങ്ങളിലും അവരുടേതായ ആഘോഷങ്ങൾ നടത്തി മറ്റുള്ളവരെ ഉൾക്കൊള്ളിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, കൂടുതൽ നല്ലതിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഇത് പലപ്പോഴും നടക്കുന്നില്ല എന്നത് സത്യമാണ്. പല കാലഘട്ടങ്ങളിലും അത് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് മുസ്ലിം സഹോദരങ്ങളുടെ ഭാഗത്തുനിന്നാണ്. മറ്റുള്ള ആളുകളെ വിളിച്ച് നമ്മുടെ കാര്യങ്ങൾ പറയുകയും എന്താണ് നോമ്പ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എന്താണ് വളരെ വ്യക്തമായി പറയുവാനുള്ള സദസ്സ് ജമാഅത്ത് ഇസ്ലാമി വളരെ വ്യവസ്ഥാപിതമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നതും ഏറ്റവും കൂടുതൽ കുറ്റം കേൾക്കുന്നതും മത തീവ്രവാദികളാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പരസ്യമായി തന്റെ ഇടത്തോടുകൂടി പറയുവാൻ കേൾപ്പുള്ള പല രാഷ്ട്രീയ നേതാക്കളുമുണ്ട്. അത് തെറ്റാണ് എന്ന് പറയുവാൻ മറ്റാരുമില്ല. അത് ജമാഅത്ത് ഇസ്ലാമി മാത്രം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വളരെ ന്യൂനപക്ഷ സമുദായത്തെ സ്നേഹിക്കുന്ന സംഘടന ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ തുറന്നു പറയുകയാണ്. പലപ്പോഴും ജമാഅത്ത് ഇസ്ലാമി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അതല്ല അവര് മതപരമായ ആ രീതിയിലുള്ള അല്ലെങ്കിൽ മറ്റൊരു തീവ്രവാദപരമായ ഒരു പ്രവർത്തനവും അവിടെ ഭാഗത്ത് ഇല്ല എന്ന് പറയുവാൻ, തന്റെ ഇടത്തിൽ പറയുവാൻ കേൾപ്പുള്ള രാഷ്ട്രീയ നേതാക്കൾ ആരും മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഈ വിമർശനത്തിന്റെ ഏറ്റവും വലിയൊരു കാര്യം. ഒരു 4-5 വർഷക്കാലമായി പൊതുസമൂഹത്തിലും രാഷ്ട്രീയ സമൂഹത്തിലും ഏറ്റവും കൂടുതൽ പഴി കേൾക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന നമ്മുടെ ഈ ഇഫ്താർ സംഘം നടത്തുന്ന പ്രസ്ഥാനം. നമുക്ക് പലപ്പോഴും ആലോചിക്കാൻ കഴിയും, ഇന്ന് വരെ കേരളത്തിൽ ഒരു വർഗീയ കലാപത്തിലോ ഏതെങ്കിലും ഒരു വിധ്വംസ പ്രവർത്തനോ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തനം പോലും ഇതുവരെ ആരും അറസ്റ്റ് ചെയ്യുകയോ അവർക്കെതിരായ കേരളത്തിലെ ഏതെങ്കിലും കോടതികൾ FIR പോലും നിലനിൽക്കുന്നില്ല നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യുന്നതിന് വേണ്ടി ന്യൂനപക്ഷ വിരുദ്ധത, രാഷ്ട്രീയപരമല്ല, ന്യൂനപക്ഷ വിരുദ്ധത ഒരു മുദ്രാവാക്യം മുഴക്കുന്ന ആളുകളാണ് കേരളത്തിൽ ഒരു പഞ്ചായത്ത് പ്രസിദ്ധ പോലും ഇല്ലാത്ത ഒരു പ്രസ്ഥാനത്തെ വളരെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. എന്റെ പിതാവ് ഇരാറ്റിന്റെ ആദ്യകാല ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകനായിരുന്നു. ഒരു 10-70 വർഷക്കാലമായി ഇരാറ്റുപേട്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന ഇവിടെ സജീവമായി പ്രവർത്തിക്കുന്നത് അടുത്ത കാലത്ത് വളരെ സജീവമായിട്ടാണ് കാണുന്നത്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ, ഇവിടെ സാറിവിടെ സൂചിപ്പിച്ചതുപോലെ അറിവില്ലായ്മയാണ് ഈ അസഹിഷ്ണുതയുടെയും സാമൂഹ്യ വിപത്തിന്റെയും അടിസ്ഥാന കാരണം എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. ഒട്ടേറെ കാര്യങ്ങൾ എനിക്ക് ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഈ പുണ്യമാസത്തെ സൂചിപ്പിക്കുവാനുണ്ടെങ്കിലും ഞാൻ ദീർഘമായ കാര്യങ്ങളെ കുറിച്ചൊന്നും കിടക്കുന്നില്ല. മറ്റുള്ളവന്റെ വേദന അറിയുവാൻ, മറ്റുള്ളവരുടെ നൊമ്പരം അറിയുവാൻ, സ്വന്തം സഹോദരനെ പോലെ മറ്റുള്ളവരെ കാണുവാൻ കഴിയുന്ന ശാരീരികമായും മാനസികമായും ഒരുങ്ങുന്ന ഈ പുണ്യമാസം ആണ് റംസാൻ മാസം. തീർച്ചയായും നാളുകളിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാളുകളിൽ നമ്മുടെ നാടിന്റെ സമൂഹത്തിന്റെ അറിവില്ലായ്മയും അതുമല്ലെങ്കിൽ ചില സങ്കുചിതമായ കാഴ്ചപ്പാടുകളിൽ മറ്റുള്ളവർ നിശബ്ദരായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയും അതിലൂടെ ഉണ്ടാകുന്ന അസഹിഷ്ണുതയും നമ്മുടെ സമൂഹത്തിൽ ജാതി മതങ്ങൾ തമ്മിൽ വേർതിരിക്കുവാനും വേറിട്ട് കാണുവാനും കഴിയുന്ന ഒരു സാഹചര്യം മാറ്റുവാൻ
ഇതുപോലുള്ള ഇഫ്താർ സംഗമം സാധിക്കും. ഒരു ഹിന്ദു മതവിശ്വാസിയാണ്. പക്ഷേ എനിക്ക് ഞങ്ങളുടെ മതത്തിലുമുണ്ട് ഇതുപോലെ ആചാരങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിലേക്ക് ഏറെ എനിക്ക് വളരെയേറെ നമ്മൾ മാലയിടുമ്പോൾ ഒരു 41 ദിവസം നോയമ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് ഭക്ഷണം കഴിക്കാം, മാംസാദികൾ കഴിക്കുന്ന ആൾക്കാർ അത് ഒഴിവാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും നോയമ്പുകളുണ്ട്. പക്ഷേ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം അവർ ഉപേക്ഷിക്കുന്നു എന്നുള്ളൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് എൻ്റെ ക്ലാസ്സിൽ മുസ്ലിം സഹോദരങ്ങളെ എൻ്റെ കൂട്ടുകാരെ ഉണ്ടായിരുന്നു. പക്ഷേ ഉമിനീര് പോലും ഇറക്കാൻ പറ്റാതെ അങ്ങനെ ഒരു നോയമ്പെടുക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചുള്ള അവർക്കൊരിക്കലും ഒരു തിന്മ ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ സത്യസന്ധമായിട്ട് നോയമ്പെടുക്കുന്ന ആൾക്കാർ ഈ ലോകത്തിന് ആവശ്യമാണ്. അപ്പം ഈ നോയമ്പ് കാലം നമുക്കെല്ലാവർക്കും വളരെ അനുഭവവേദ്യമാക്കി തന്ന ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ മതവിശ്വാസികൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനം മലപ്പുറത്ത് ജീവിച്ചയാളാണ് ഞാൻ. മലപ്പുറം, കോഴിക്കോട്. ഞാൻ കോട്ടയംകാരിയാണ് ബേസിക്കലി. ഞാൻ ജലനിധി പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ആദ്യമായിട്ട് മലപ്പുറത്ത് പോയി താമസിക്കുന്നത്. ഞാൻ മുസ്ലിംസിൻ്റെ വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത് 2 തവണ. ഒറ്റയ്ക്ക് വാടക വീട്ടിലാണ് താമസിച്ചിട്ടുള്ളത്. അതിലൊരു തവണ ഞാൻ താമസിച്ച വീടെന്ന് പറയുന്നത് പള്ളിയോട് ചേർന്നാണ്. ഞാൻ താമസിക്കുന്ന വീടിൻ്റെ ഭിത്തിയും പള്ളിയുടെ ഭിത്തിയും തമ്മിൽ ഇത്രയും വ്യത്യാസമുണ്ട്. കാരണം ഞാൻ സ്ഥിരം അടിച്ചു വരുന്നതുകൊണ്ട് എനിക്ക് ഏകദേശം ഒരു ഡിസ്റ്റൻസ് അറിയാം. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ പോലും ചുറ്റും മുസ്ലിംസാണുള്ളത്. എനിക്ക് ഇതുവരെ യാതൊരു പ്രശ്നങ്ങളും അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇഷ്ടക്കൂടുതലോട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, നീ ഇവിടെ പോകണ്ട, ഇവിടെ തന്നെ കല്യാണം കഴിച്ച് സെറ്റിലായിരിക്കും, അച്ഛനും അമ്മയൊക്കെ ഇനി കൊണ്ടുവരും, നല്ല സ്ഥലമല്ലേ, നമുക്കിവിടെ സ്ഥലമൊക്കെ വാങ്ങിച്ച് സെറ്റിൽ ചെയ്യാൻ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മതം മാറ്റമോ ആ രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അവരാരും എന്നോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അവതരിപ്പിക്കുകയോ പോലും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെയാണ് കോഴിക്കോട് ജീവിച്ചപ്പോഴും പഠിച്ചപ്പോഴും ഉള്ളത് അനുഭവങ്ങൾ. ഇപ്പം ഞാൻ വയനാട്ടിൽ